മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച കുറച്ച് പെൺകുട്ടികൾ ചേർന്ന് ബുആസ് യുദ്ധഗീതം ആലപിക്കുന്നു. ഇത് കാണുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പിശാചിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലാണ് പിശാചിൻ്റെ കുഴലൂത്ത് എന്ന് ചോദിക്കുന്നു. അവരെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞുകൊണ്ട് പറയുന്നത്, എല്ലാ സമൂഹത്തിനും അവരുടേതായ ആഘോഷമുണ്ട്. ഹാദാ ഈദുന, അബൂബക്കർ ഇത് നമ്മുടെ ഈദാണ്, ഇത് നമ്മുടെ ആഘോഷമാണ്, അവരെ വെറുതെ വിട്ടേക്കും. ക്യാമ്പ് റൂട്ടിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമ്മുടെ ആഘോഷത്തിലാണ്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഈ ഒരു പെരുന്നാളിൻ്റെ സന്ദേശം, പിന്നെ നമ്മുടെ സുന്നത്തുകൾ, അത്തരം കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വളരെ ഹ്രസ്വമായി വളരെ ലഘുവായിട്ട് ചർച്ച ചെയ്യാൻ ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ അംജദാണുള്ളത്. അംജദ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ. പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുത്തു എന്ന സംതൃപ്തിയോടുകൂടി ഈദിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും പെരുന്നാൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും സായുജ്യവും കണ്ണിന് കുളിർമയും നൽകുന്ന ദിവസമാണ്. പെരുന്നാൾ ദിവസം മാസപ്പിറവി കണ്ടതോടുകൂടി നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ തിരികൊളുത്തിയൊരു സന്തോഷമുണ്ട്. നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ ഇന്ന് പെരുന്നാളായി, ഇന്ന് ഈദ്ഗാഹിലേക്ക് എത്തിപ്പെടുന്നതും തക്ബീറുകൾ ചൊല്ലിയതും ഒക്കെ നമ്മുടെ ഉള്ളിൽ വലിയ ഒരു മാനസികമായ ഉല്ലാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷം തന്നെയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. പെരുന്നാളായാലും ഉള്ളിൽ വിശ്വാസിക്കൊരു ആനന്ദം ഉണ്ടാകണം എന്ന് തന്നെയാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഈ പെരുന്നാൾ നമുക്ക് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കോലത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളിലൂടെ എങ്ങനെ പെരുന്നാളിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പെരുന്നാൾ ഈ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ തക്ബീർ ധ്വനികൾ കൊണ്ട് ഇങ്ങനെ മുഴങ്ങുന്ന എല്ലായിടത്തും നമ്മൾ പള്ളിയിൽ ഈ മുസല്ലയിൽ എത്തുന്നത് വരെ തക്ബീർ മുഴക്കുക എന്നുള്ള സുന്നത്താണ്. അപ്പോൾ നമസ്കാരം തുടങ്ങുന്നത് വരെ. അപ്പോൾ നമ്മൾ ആ തക്ബീർ തന്നെയാണ് സത്യത്തിൽ ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ളത്. നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ട് രൂപത്തിൽ ഇത് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ തക്ബീറിൽ നമ്മൾ ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗം, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഉന്നതൻ, അല്ലാഹുവാണ് അത്യുന്നതൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയ. അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ഈ കഴിഞ്ഞ 30 ദിവസം നമ്മൾ സത്യത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. അഥവാ നമ്മൾക്ക് വളരെ അസഹ്യമായ ചൂടുണ്ട്, നമ്മളെ തൊണ്ട ദാഹിക്കുന്നുണ്ട്, നമ്മൾ വെള്ളത്തിന് താല്പര്യപ്പെടുന്നുണ്ട് പകലുകളിൽ. ചെന്നിട്ടും അള്ളാഹു കൽപ്പിച്ചു എന്നൊരു കാരണത്താൽ അള്ളാഹുവിൻ്റെ ആ കൽപ്പനക്ക് പ്രാധാന്യം നൽകി നമ്മൾ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണും. അനുവാദമുള്ള വിഷയങ്ങളിൽ പോലും നമ്മൾ കുറേ തടുത്ത് നിർത്തിയെന്നുള്ളത്. കാരണം 13 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കുന്നൊരു സ്പീഡ് എത്ര നമുക്കറിയാം. പക്ഷെ അത്ര ആർത്തിയുള്ള നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടി അത് മാറ്റിവെക്കാൻ പറ്റുന്ന നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയ കുറേ നിമിഷങ്ങളാണ്. നമ്മൾ ഇഖ്ലാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് നോമ്പ് എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ആരെ മുമ്പിൽ നോമ്പുകാരായിട്ട് അഭിനയിക്കായിരുന്നല്ലോ. പക്ഷേ അള്ളാഹു അത് കാണുന്നുണ്ടെന്നുള്ള ബോധ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കാതെ പോലും പിടിച്ചെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന് കീഴ്പ്പെടാൻ പറ്റും, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ പറ്റും, എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമാണ് എന്ന് അള്ളാഹ് നമ്മളെ തന്നെ തെളിയിച്ചൊരു മാസമാണത്. യെസ്, അതെ. അപ്പോൾ ആ തക്ബീറിൻ്റെ സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തായിരുന്നാലും നമ്മൾക്കൊരു നിമിഷങ്ങൾ വരും, അഥവാ നമ്മുടെ ശരീരം താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ലാഭം നേടിത്തരുന്ന ഒരു ചോയ്സും അതുപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ഭാഗമായിരിക്കും അത്. അതേസമയം അത് പാടില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയും നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? അവിടെ നമ്മൾ ആർക്ക് പ്രാധാന്യം നൽകും? ഈ അല്ലാഹു അക്ബർ നമ്മുടെ നമ്മൾ ഇടപെടുന്ന ആ മേഖലയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? നമ്മൾ കേവലം നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിച്ചത് നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ജീവിതത്തിലെ എല്ലാ ഇടപെടുന്ന മേഖലകളിൽ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സ്വഹാബത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അത് അവർ കേവലം നാവ് കൊണ്ടല്ല, ജീവിതത്തിൽ തെളിയിക്കുന്ന കുറേ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഉദാഹരണം, ഖാദിസ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ അടുത്തേക്ക് ശത്രുക്കൾ ഒരു പെണ്ണിനെ വശീകരിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. നീ ചെന്നിട്ട് അവനെ ഒന്ന് വശീകരിച്ചെടുക്കണം, എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ യുദ്ധങ്ങളൊക്കെ ജയിക്കുന്ന അറിഞ്ഞു വരണം. പക്ഷേ ഈ പെണ്ണ് പോയി പിറ്റേ ദിവസം പകലിൽ തന്നെ പറഞ്ഞയച്ച അരികിൽ ഒന്ന് പറയുന്ന വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞയച്ചത് ഒരു മനുഷ്യൻ്റെ അടുത്തേക്കല്ല, അയാൾ ഒരു കരിങ്കല്ലാണെന്നാണ്. ഞാൻ എന്നാലാകുന്ന വിധം എല്ലാ വശീകരണവും നടത്തിയിട്ടും അയാൾ എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ലാന്ന്. എന്ന് പറഞ്ഞാൽ തിന്മയുടെ മുന്നിൽ അടിപതറാതെ നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്നിടത്താണ് നമ്മൾ വിജയിക്കുക. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവ എന്നാണോ. ആരാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമെന്ന ചിന്തയെ ഭയപ്പെടുന്നത്, അവൻ്റെ ഇച്ഛകളെ തടഞ്ഞു നിർത്തട്ടെ എന്നാണ്. അങ്ങനെ നിർത്തിയാൽ അവൻ്റെ സങ്കേതം അള്ളാഹുവിൻ്റെ സ്വർഗമാണ് എന്നാണ്. എൻ്റെ താല്പര്യങ്ങളെക്കാളേറെ, എൻ്റെ ഇച്ഛകളെക്കാളേറെ, എൻ്റെ ആഗ്രഹങ്ങളെക്കാളേറെ, എൻ്റെ കാഴ്ചപ്പാടുകളെക്കാളേറെ, എൻ്റെ കൗതുകങ്ങളെക്കാളേറെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ വിധികളാണ്, അവൻ്റെ തീരുമാനങ്ങളാണ്, അവൻ്റെ നിർണയങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ തക്ബീറിനോട് നീതി കാണിക്കുന്ന ആളുകളായിട്ട് മാറുക. അപ്പോൾ ഈ പെരുന്നാൾ നമ്മൾക്ക് നൽകേണ്ട ഒരു ഊർജ്ജം എന്താണെന്ന് വെച്ചാൽ, ഈ 30 ദിവസം നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അള്ളാഹുവാണ് വലുതെന്ന ജീവിതത്തിലൂടെ.
അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കണം. അതുപോലെ തന്നെ തിന്മകളിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവാണ് വലുത്, എൻ്റെ ഹവയേക്കാൾ എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും തിരഞ്ഞെടുപ്പുകളുടെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും പ്രധാനം തൗഹീദിന്റെ പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അടുത്ത തക്ബീറിൽ വരുന്നത് തൗഹീദിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾക്കറിയാം തൗഹീദ് എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ്. അള്ളാഹുവിനെ അപ്പോൾ നമ്മുടെ ഇബാദത്ത് ഇതിൽ ഈ ഒരു വലിയ ഖിലാസിൻ്റെ വലിയൊരു പൂർണ്ണത ഉള്ള ഒന്നാണ് സത്യത്തിൽ നോമ്പ് എന്നുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ആ തൗഹീദിൻ്റെ വലിയൊരു സന്ദേശം കൂടിയാണ് നമ്മുടെ മുമ്പിൽ പെരുന്നാൾ മുന്നിലേക്ക് വെക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ഹംദാണ്, അള്ളാഹുവിലേക്ക് സ്തുതിക്കുക. എനിക്കിവിടെ തോന്നുന്നൊരു കാര്യം, നമ്മൾ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മുവഹിദായി എന്ന് പറയാൻ പറ്റൂല എന്നുള്ളത്. ഞാനിങ്ങനെ അസീമിൻ്റെ നാട്ടിൽ പ്രോഗ്രാം കഴിഞ്ഞ് 25 രാവിൻ്റെ അന്നിങ്ങനെ മമ്പുറം പാലം കടന്നു വരുമ്പോൾ പെട്ടെന്ന് റോഡ് മുഴുവൻ ഭയങ്കര തിരക്ക്. അപ്പോൾ നോക്കുമ്പോൾ മമ്പുറം മക്കാമിൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ആ മമ്പുറം പാലത്തിൻ്റെ അനുബന്ധിച്ചുള്ള റോഡിലുടനീളം സ്ത്രീകൾ വരിയായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നിങ്ങൾ എവിടെയാകണമെന്ന് റസൂൽ പഠിപ്പിച്ച പള്ളികളിലാകണമെന്ന്. പക്ഷേ ആ പള്ളിയിൽ ഇരിക്കേണ്ട ഉമ്മത്തിനെ റോട്ടിലേക്ക് ഇറക്കി വിടുകയും അവിടെ പിന്നെ ജാറങ്ങളോടും മക്ബറകളോടും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയാറുണ്ട്, നമ്മൾ പലയിടത്തും ഒട്ടിച്ചു വെക്കുന്നുണ്ട്, സ്റ്റിക്കറൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ ആരാധനക്കർഹനായിട്ട് എന്ന് ലോകത്തോട് പറയലും പ്രഖ്യാപിക്കലും അത് ജീവിതം കൊണ്ട് സംശീകരിക്കലും അത് ഉറച്ചു പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും കഷ്ടതകളുണ്ടായാലും ദുരിതങ്ങളുണ്ടായാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ റബ്ബാണ് വലുത്, അവൻ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്ന് ഉച്ചിസ്ഥലം പ്രഖ്യാപിക്കാൻ കഴിയുന്നിടത്താണ് ശരിക്ക് തൗഹീദിനോട് നമ്മൾ നീതി കാണിക്കുന്ന ആളുകളാവുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമ്മൾക്ക് ജീവിതത്തിൽ പൂർണ്ണമായും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ശിർക്കിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അത്തരം ഇടപെടലുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത്ര ഗൗരവം അതിനുണ്ട്. പിന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള ഹംദാണ്. ഹംദ് ഇത്രത്തോളം നമ്മളെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതെ, നിർഭയരാണ് നമ്മൾ. നിർഭയത്വം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അമ്ന എന്നുള്ള ഭയങ്കര ഗുണം നമ്മൾ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുക. അതിൽ ലഭിക്കാത്ത കുറേ ആളുകൾ ലോകത്തിന് ചുറ്റുപാടുണ്ടെന്ന് നമ്മൾക്കറിയാം. അവർ ഈ പെരുന്നാൾ പോലും ആഘോഷിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ എന്ത് മാനസികാവസ്ഥയാണ് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമാകുന്നില്ല. തീർച്ചയായിട്ടും അള്ളാഹുവിന് നമ്മൾ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവരെ മറന്നുകൊണ്ട് നമ്മൾക്കൊരു ഈദില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു പെരുന്നാൾ സുദിനവും നമ്മൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗാസ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഗാസ, അവിടെ നടക്കുന്ന പട്ടിണി, അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന അക്രമം, ഇസ്രായേൽ അവരുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോംബിൻ്റെ മഴകൾ, അപ്പോൾ ഇത് എത്ര വലിയ ദുരിതത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സത്യത്തിൽ ഈ തക്ബീർ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. കാരണം അത്രയും സൗഖ്യത്തിലും സുഭിക്ഷതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറയുന്ന പോലെ എല്ലാം തകർന്നടിഞ്ഞു നിൽക്കും. ഉമ്മയില്ല കൂടെ, വാപ്പയില്ല കൂടെ, കുടുംബമില്ല, തൻ്റെ വീട് തകർന്നടിഞ്ഞു. പക്ഷെ അപ്പോഴും ആ പിഞ്ചു പൈതങ്ങൾ പോലും ഹസ്ബി അല്ലാ എന്ന് പറയുന്നു. വല്ലാത്തൊരു വാചകമാണ്. റബ്ബ് മതി. നമ്മൾ രാവിലെ നാളെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരണമടഞ്ഞ് കിടക്കുന്ന കാണുകയാണെങ്കിൽ, നമ്മുടെ കുടുംബമൊക്കെ തകർന്ന് കാണുക, നമ്മുടെ വീടൊന്നും ഇല്ലാത്തൊരവസ്ഥ കാണുമ്പോൾ എഴുന്നേറ്റെന്ന് ഹസ്ബി അല്ലാ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത്രമേൽ ഈ റമദാൻ നമ്മളെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹിനെക്കുറിച്ചുള്ള ആ ഈമാൻ ശക്തവും ഭദ്രക്കാക്കി മാറ്റാൻ ഈ റമദാൻ നമ്മൾ പാകപ്പെടുത്തിയോ എന്ന് ആലോചിക്കുക വേണം ദൈവ ഗൗരവത്തിൽ. ആ പിഞ്ചു പൈതങ്ങൾക്ക് അത്ര ഈമാൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന ബോധ്യം ഉണ്ടാകുക. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് തിരിച്ചറിവുണ്ടാകുക. കഴിക്കുന്ന വെള്ളത്തിന് പോലും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിന്, ശ്വസിക്കുന്ന വായുവിന്. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ കാലത്തൊരു സംഭവം, റസൂലുള്ളാഹി ദിവസം ഭയങ്കര പട്ടിണിയാണ്. അന്ന് റസൂലുള്ളാഹിക്ക് ആകെ വിശപ്പടക്കാൻ കിട്ടിയ ഒരൊറ്റ കാരക്ക് മാത്രം. പിറ്റേ ദിവസം വേറെ ഭാര്യയുടെ വീട്ടിലെ താമസം. അന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഒന്നൊന്നുമില്ല, നോമ്പുകാരനാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി വൈകുന്നേരം നോമ്പ് തുറക്കാൻ പോലും ഒന്നും കിട്ടിയില്ല. രാത്രി ഉറക്കം വരുന്നില്ല. കാരണം നമുക്ക് നല്ല വിശപ്പ് വന്നാൽ പിന്നെ തലവേദന വരും, ചൂടുകാറ്റ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ചൂടുകാറ്റ് ഏൽക്കാൻ വേണ്ടി മരുഭൂമിക്ക് ഇറങ്ങുകയാണ്. ആ ചൂടുകാറ്റേറ്റ ഉറക്കം വരാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും കേട്ട സംഭവം അബൂബക്കറിനെ കാണാണ്. അപ്പോൾ അതേ റസൂൽ ചോദിക്കുക, എന്തായി നേരത്ത്? പട്ടിണി റസൂലെന്നാണ്, വിശപ്പാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാളും കൂടെ ഒരുമിച്ചെടുക്കും ഉമർലാനെ കാണും. അപ്പോഴും ചോദിക്കുകയാണ്, എന്തായി നേരത്ത്? റസൂലെ, വിശപ്പിൻ്റെ കാണൽ കൊണ്ട് പുറത്തിറങ്ങിയാണ്. യസീബിൻ തെരുവുകൂടെ 3 കൂടെ പോവാം. അപ്പോൾ ഒരു അൻസ്വാരിയെ കാണുന്നത്. അൻസ്വാരിക്ക് എന്താണ് 3 നേരത്ത്? ഇപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി, ഇവർ രണ്ടാളും പട്ടിണിയാണെന്നാണ്. ഞങ്ങൾ 3 വിശന്നിട്ട് ഇറങ്ങിയെന്നല്ല പറഞ്ഞു, ഇവർ രണ്ടാളും പട്ടിണിയിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം, മാംസമുണ്ട്, വേവിക്കണം, അല്പസമയം എടുക്കും, തൽക്കാലം തോൽ സഞ്ചിയിലെ വെള്ളം കുടിക്കുന്നു. റസൂലിലേക്ക് അത് തോൽപാത്രം കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ 13 മണിക്കൂർ നോമ്പെടുത്താണ്ട് തൊണ്ട നനയുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. നമ്മളിപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളയിലാണ്, അത്രയും കൊതി ഉണ്ടാവും. പക്ഷേ റസൂൽ അങ്ങനെ ആദ്യത്തെ കവള് വെള്ളം അബൂബക്കറിന്റെ കൈക്കിന് ഒഴിച്ചു കൊടുത്തു. അദ്ദേഹം കുടിച്ചു.
നമുക്ക് ആ സുഖത്തിന് നമുക്കറിയും, ആ ആസ്വാദനത്തിന് അറിയും. പക്ഷെ ഒരു തുള്ളി വെള്ളം, രണ്ടാമത്തെ കവള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ റസൂല് പറഞ്ഞ വാചകം സുമ്മല തുസ്അലുന്ന യൗമ ഇതിൻ അൻ ഹാദ, അന്നേ ദിവസം ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന. അത്ര മൈന്യൂട്ടായി നമ്മൾ ഒഴിക്കുന്ന മൂത്രത്തിന് പോലും നന്ദി പറയണം. അത് വലിയ അനുഗ്രഹം. നമ്മൾ ഒരു പാലിറ്റീവിൻ്റെ വണ്ടിയിലൊക്കെ ഒരു ദിവസം വളണ്ടിയറായിട്ട് പോയാൽ മനസ്സറിഞ്ഞ് പഠിച്ചോ നന്ദി പറയുന്ന ആൾക്കാരാണ് മാറും. ഇല്ലാത്ത പരിഭവങ്ങളൊക്കെ നമുക്ക് നിൽക്കും. ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് 1000 വട്ടം നന്ദി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നന്ദിയുടെ ചിന്ത കൂടി നമ്മളിൽ നിന്ന് ഉണ്ടാകുക. അപ്പോൾ സ്വഹാബിമാരുടെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു. സ്വഹാബിമാരുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതത്തിൽ രാത്രി കാലിൽ നീര് വന്ന് റസൂൽ സംസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് എത്ര വേണോ അപ്പോൾ അഫല അക്കൂന അബദൻ ശക്കൂറ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ? അപ്പോൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനോടും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മുന്നോട്ട് പോകുക. ഈ തക്ബീർ സത്യത്തിൽ ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ വെറുതെ പറഞ്ഞു പോകേണ്ട ഒന്നല്ല. അതിന് വലിയൊരു ആശയമുണ്ട്, അർത്ഥമുണ്ട്. അത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒന്നാണ്. അപ്പം ഇനിയും തുടർന്ന് ആ പെരുന്നാളിലും വരുന്ന ദിനങ്ങളിലും അത് നിലനിർത്താൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇനിയും നമുക്ക് പോകേണ്ട ഒരു ഭാഗം എനിക്ക് തോന്നുന്നു സുന്നത്തുകൾ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ചെറുതായിട്ട്? ഏറ്റവും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ. കാരണം അപ്പോൾ ബലിപെരുന്നാളൊന്നും കഴിക്കാതെ പോകും, ത്യാഗമാണ്. ചെറിയ പെരുന്നാൾക്ക് നമുക്ക് കുറേ ദിവസം പട്ടിണിയാണ്. പക്ഷെ അന്ന് പട്ടിണിയല്ല, നോമ്പല്ല, പെരുന്നാൾ നമ്മൾ വയറിനുമ്പോൾ അനുഭവപ്പെടണം. ചെറുതായിട്ട് റസൂല് കാരക്കെ കഴിച്ചിട്ട് പോകണം. പിന്നെ റസൂല് ഒരു വഴിക്ക് പോയി വേറെ വഴിക്കാ തിരിച്ചു വന്നിരുന്നു കാണാൻ പറ്റും. അതെ, അതിൻ്റെ ഉദ്ദേശം പറയുന്നത് പിന്നെ കുറേ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അതിൽ പോകുന്ന വഴികളിലൊക്കെ ബന്ധം പുതുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ പുതുവസ്ത്രം ധരിക്കുക, അത് പ്രത്യേകിച്ച് പുതിയ വസ്ത്രം, അതുപോലെ സുഗന്ധം. ഇത് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ ജുമാ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. റസൂലിന് പ്രത്യേകമായിട്ട് വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. പിന്നെ കുടുംബ ബന്ധങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് എല്ലാവരും പുറപ്പെടുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ആർത്തവകാരികളായ സ്ത്രീകളെപ്പോലും ഈദ്ഗാഹിലേക്ക് എത്തിച്ചു. പുണ്യത്തിൽ ആഘോഷത്തിൽ സ്വാധീനം ഉണ്ടാവും. അപ്പോൾ അവരെ പോലും എത്തിച്ചു. അവർ നിസ്കാരത്തിൽ പങ്കെടുക്കാതെ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ എന്നാണ് റസൂൽ പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് ചേരേണ്ട, പങ്കെടുക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ. അപ്പോൾ നമ്മുടെ ആ വലിയ പെരുന്നാൾ ദിവസമാണ്, പെരിയ നാളാണ്. അപ്പോൾ നമ്മുടെ അയൽവാസികളും ചുറ്റും ബാക്കിയുള്ളവരെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്, ഉൾക്കൊള്ളണം. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് പേര് തന്നെ വരുന്നത്. അപ്പോൾ ഈ ഫിത്തർ സക്കാത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ദിവസം ആരും പട്ടിണി എടുക്കാൻ പാടില്ല. അപ്പോൾ സത്യത്തിൽ അത്രയും എന്താ പറയുക വെച്ചാൽ ഒരു കരുതലും സ്നേഹവും മാനവികതയൊക്കെ ഈ ഒരു ചെറിയ പെരുന്നാൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൂടി നമ്മൾ പരിഗണിക്കുക. നമ്മുടെ അയൽവാസികൾ ചിലപ്പോൾ അനാഥരായ, അതെ, നമ്മളൊക്കെ നല്ല വസ്ത്രമിട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉമ്മാർ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ വസ്ത്രം അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും ഇക്കൊല്ലത്തേക്ക്. അത് തേച്ച് മിനുക്കി അത്തരം കുപ്പിയിൽ അവസാനത്തെ തുള്ളി ബാക്കിയാണെങ്കിൽ അതൊക്കെ തേച്ച് നിറകണ്ണുകളോടുകൂടി കുട്ടികളെ ഈദ്ഗാഹിക്ക് പറഞ്ഞയച്ച ആൾക്കാരെ ഇപ്പം അയൽവക്കത്തൊക്കെ ഉണ്ടാവും. ശരിക്കും അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ അങ്ങനെ നിറകണ്ണുകളോടെയാണ് ഈദ്ഗാഹിക്ക് പോയതെങ്കിൽ അത് നമ്മുടെ പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കുറച്ച് ഹദീസുകൾ അയൽവാസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. റസൂൽ പറയുന്നത് പോലെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറച്ചെന്നാണ്. അതുപോലെ തന്നെ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം അർത്ഥം നമ്മുടെ വീട്ടിലത്തെ സന്തോഷം അവിടെ എത്തണം, അവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളായിട്ട് മാറണം എന്നുള്ളതും കൂടിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതിലേക്ക് നമ്മൾ ഗാസയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാസ ലോകത്തുള്ള ഒരുപാട് ആളുകളുണ്ട് ഈദ് ലഭിക്കാത്ത, ഇത് ഈ രൂപത്തിൽ ആഘോഷിക്കാൻ പറ്റാത്ത. അതുപോലെ തന്നെ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടി അവർക്കൊക്കെ വിളിച്ച് അവരോടൊക്കെ സ്നേഹം പങ്കിട്ട് മുന്നോട്ട് ആഘോഷങ്ങൾ അതിൽ കിടക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇബാദത്താണ്. ഇപ്പോൾ ഇബാദത്ത് ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തിയാണ് ആഘോഷം ഉണ്ടാകാറുള്ളത്. പെരുന്നാൾ ടൂറുകൾ അത്രയും ദിവസം ഒരു മാസത്തെ ചൈതന്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ഇതിൽ അവസാനമായിട്ട് ഒരു ചേർത്ത് വെക്കാനുള്ളത്, നമ്മൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം കൈമാറേണ്ട ഒരു സന്ദേശമുണ്ട്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അത്രയധികം അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. രാത്രി നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിനൊക്കെ തുടർച്ചയുണ്ടാകണം. പരസ്പരം പ്രാർത്ഥിക്കും വേണം. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാബ പുനർനിർമ്മിക്കുന്നു. ആരാണ് കൽപ്പിച്ചത്? കാബ അള്ളാഹു കൽപ്പിച്ചു. അവർ എന്നിട്ട് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു ഇത് സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് അമലുകളുണ്ട്. പരസ്പരം സ്നേഹത്തോടു കൂടി പുഞ്ചിരിക്കുക. പിന്നെ രോഗികളായ മറ്റു എല്ലാ മനുഷ്യരെയും നമ്മൾ കാണുക, സന്ദർശിക്കുക, ചേർത്ത് പിടിക്കുക. അങ്ങനെ ഒരു വലിയ ദിവസം തന്നെ നമ്മൾക്ക് ഈ ഒരു ദിനത്തിലൂടെ സ്വന്തമാകട്ടെ, ഒരുപാട് അമലുകൾ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും
എന്തായിരുന്നാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവരോടും തക്കബ്ബൽ അല്ലാഹു മിന്ന വ മിൻകും. ഈദ് മുബാറക്.